Hi dears, it's me Amaluz. Welcome to my channel. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ദീപാവലി സ്പെഷ്യൽ ക്രാഫ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ നമുക്കറിയാം ദീപാവലിക്ക് നമ്മൾ ദീപം കൊളുത്തുന്നത് മൺചിരാതിലാണെന്ന് അറിയാം അല്ലേ. അപ്പോൾ ഇത് ക്യാഷ് കൊടുത്ത് വാങ്ങാതെ നമുക്ക് തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ക്ലേ ആണ് എടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഡോസൻ്റെ ക്ലേ ആണ്. ഈ ക്ലേ ഞാൻ എടുത്തിട്ട് എയർ ഡ്രൈ ക്ലേ ആണ് കേട്ടോ. എടുത്തിട്ട് ഇതേപോലെ നമ്മൾ പൗഡറൊക്കെ ആക്കിയിട്ട് ഒരു ടൈലിലേക്ക് ഇതേപോലെ ആക്കി കൊടുക്കുകയാണ് കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഇതുപോലെ ഒരു പ്രസ് ചെയ്യുന്ന ഒരു ഉരുട്ടുന്ന ഒരു ഇതെടുത്തിട്ടാണ് ഒട്ടുന്നത്. നമ്മുടെ ഈ കയ്യിൽ എന്താണോ ഉള്ളത് അതുകൊണ്ട് ചെയ്യാം. അപ്പം ഇങ്ങനെ ആക്കിയതിന് ശേഷം ഞാൻ ഇനി എടുക്കുന്നത് ഒരു ബോട്ടിലിൻ്റെ ക്യാപ്പാണ് കേട്ടോ. അപ്പോൾ ആ ബോട്ടിലിൻ്റെ ക്യാപ്പ് വെച്ചിട്ടാണ് ഞാൻ ചെയ്യണത്. അപ്പോൾ ആദ്യമേ ഞാൻ ചെയ്തത് കുറച്ച് ഫോൾട്ടായി, അപ്പോൾ അതാണ് അത് കാണിക്കാത്തത്. അപ്പോൾ അടുത്തത് ഞാൻ ചെയ്തത് ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ആദ്യമേ നമ്മൾ ഇച്ചിരി റൗണ്ടിലുള്ളതെടുത്ത് നല്ലൊരു റൗണ്ട് ഷേപ്പ് ആക്കിയെടുത്തു. അതിനുശേഷം ഈ ബോട്ടിൽ ഇതിനകത്തേക്ക് ഇങ്ങനെ വയ്ക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഈ കാണുന്ന പോലെ ഒന്നാക്കി കൊടുക്കുക. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഷേപ്പ് കിട്ടും. ആ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ബോട്ടിലിൻ്റെ ക്യാപ്പ് നമ്മൾ എടുക്കണം കേട്ടോ. ക്ലേ ആയതുകൊണ്ട് നമ്മൾ വാട്ടർ യൂസ് ചെയ്ത് നന്നായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ നല്ലൊരു ഫിനിഷിങ് കിട്ടും അതിൽ. അപ്പോൾ നമ്മൾ ഇതേപോലെ ഒന്ന് റൗണ്ടാക്കി നന്നായിട്ട് പ്രസ് ചെയ്ത് ആ ബോട്ടിലിൻ്റെ ക്യാപ്പിലേക്ക് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് നല്ല ഷേപ്പ് ആക്കി എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇതൊന്ന് ഷേപ്പാക്കി ഇതിൻ്റെ ഒരു വശം മാത്രം നമുക്കറിയാമല്ലോ, ആ വിളക്ക് തിരി വരുന്ന പോർഷൻ അവിടെ മാത്രം ഒന്ന് കൂർപ്പിച്ചെടുക്കുക. ബാക്കി പോർഷൻ ഇതുപോലെ ഒന്ന് സ്മൂത്ത് ആക്കിയതിന് ശേഷം നമുക്ക് ബോട്ടിൽ ക്യാപ്പ് ഇതുപോലെ പുറത്തേക്ക് എടുക്കാം. അപ്പം ഇപ്പോൾ കണ്ടോ, ഇപ്പോൾ നമുക്ക് ഇതേപോലെയാണ് കിട്ടിയിരിക്കുന്നത്. അത്യാവശ്യം നല്ലൊരു പെർഫെക്ഷനിൽ തന്നെ കിട്ടും. അപ്പോൾ നല്ല ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്നുകൂടെ ഉണ്ടാക്കണമെന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പം നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. കാരണം നമുക്ക് ക്യാഷ് കൊടുക്കാതെ ഇത് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റാണ്. ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പം ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്നവരുണ്ടെങ്കിൽ വെൽക്കം ടു മൈ ഫാമിലി. അപ്പോൾ അതേപോലെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഇനി സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിലും ദയവേദി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഭയങ്കര വാല്യുബിളായിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ടാണ് എപ്പോഴും ഇങ്ങനെ പറയണം കേട്ടോ. ഞാൻ ഈ എടുത്ത ക്ലേ കൊണ്ട് എനിക്ക് 5 എണ്ണം ഉണ്ടാക്കി എടുക്കാൻ പറ്റിയിട്ടുണ്ട്. എന്നിട്ട് നമ്മളൊന്ന് ഉണങ്ങാൻ വെക്കണം. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് ഇതുപോലെ ഉണങ്ങിയെടുത്തതിന് ശേഷം നമുക്കിതിനകത്തേക്ക് വേണമെങ്കിൽ കളർ ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ ഈ ഒരു കളർ തന്നെയാണല്ലോ ഏകദേശം വരുന്നത്. കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. നമുക്ക് ഇനി ഞാനൊരു ഓടിൻ്റെ കളർ ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് നമ്മളിതിലേക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ എല്ലാത്തിനും കളർ ചെയ്തതിന് ശേഷം അതും ഒന്ന് ഉണങ്ങിയതിന് ശേഷം നമുക്കിതിനകത്തേക്ക് വൈറ്റ് പെയിൻറ്റ് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കാം കേട്ടോ. അത് നമുക്ക് വേണമെന്നില്ല, വെറുതെ ഞാൻ ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തതേ ഉള്ളൂ. കാണുമ്പോൾ ഒരു ലുക്കായിട്ടിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതും ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഔട്ട്ലുക്ക് അത്യാവശ്യം നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം എക്സാക്റ്റ് ആ ഒരു ഷേപ്പ് കിട്ടിയില്ലെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നല്ല ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് കത്തിച്ചുകൂടെ കാണിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അത്യാവശ്യം ഇരുട്ടുള്ളിടത്ത് വെച്ചിട്ടാണ് ഇതൊന്ന് കത്തിച്ചത്. അപ്പം ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയത്. നല്ല ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് രാത്രിയിൽ ഇത് കത്തിച്ച് വെക്കാൻ നല്ല എളുപ്പമായിട്ട് ചെയ്തെടുക്കാനും പറ്റിയിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനി നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഇനിയും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ, താങ്ക് യു.